ഈ സ്റ്റെപ്പുകൾ കയറുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും സിനിമയ്ക്ക് പോകുകയാണെന്ന്. അല്ല ഗൈസ്, സച്ചുവിനെയും കൊണ്ട് തെറാപ്പിക്ക് വന്നതാ. ഓ, ഇനി 1 മണിക്കൂർ ഒന്നും നോക്കണ്ട, ഫോണിൽ തോണ്ടിക്കൊണ്ടേയിരിക്കാം. സച്ചുവിനെ അവർ നോക്കിക്കോളും. ദേ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടാ. ദേ തെറാപ്പി എല്ലാം കഴിഞ്ഞു. സച്ചു ദേ പുറത്തിറങ്ങി. നോക്കിക്കേ, ഞാൻ പറയുന്ന ഒക്കെ കേൾക്കുന്ന അനുസരണയുള്ള ആട്ടിൻകുട്ടീനെ പോലെ എൻ്റെ കൂടെ നടക്കുന്നത്. ഇതാരാ മോൻ? വീട്ടിലെത്തണം, അവൻ വീട് തിരിച്ചു വെക്കും. കുസൃതി കൂട്ടൻ. സച്ചു എത്ര സൂപ്പറായിട്ട് എൻ്റെ കൂടെ നടന്നു വരുന്നത്. ഇത്ര അനുസരണമുള്ള കുട്ടികൾ വേറെ ഉണ്ടാവില്ല, സച്ചു ഇല്ലെങ്കിൽ. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനെ സച്ചുവിനെയും കൊണ്ട് ഞങ്ങൾ തലമുടി വെട്ടിക്കാൻ വേണ്ടി വന്നു. ഈ പ്രാവശ്യം തലമുടി വെട്ടിക്കാൻ സച്ചു വളരെ ശാന്തനായിട്ട് ബാർബു ചേട്ടനോട് സഹകരിച്ചു കേട്ടോ. 2 മാസം മുമ്പ് വെട്ടിയ തലമുടി വളരാനൊരു കാത്തിരിപ്പ്, വളർന്ന തലമുടി വീണ്ടും വെട്ടാനായിട്ട് കാത്തിരിപ്പ്. കാത്തിരിപ്പ്. കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ലതായിരുന്നു. തിരിച്ച് സമാധാനത്തോടെ വീട്ടിലേക്ക് പോയി. ഇനി 2 മാസത്തേക്ക് തലമുടിയുടെ കാര്യം